പയ്യന്നൂരിൽ ആകെ ദേവികുളത്ത് മാത്രമാണ് ലീഡ്. അത് വെറും 170 വോട്ടുകൾക്ക്. LDF-ന്റെ പല നോക്കൂ, ഇപ്പോഴത്തെ ഈ 39-ൽ തന്നെ മണലൂരിൽ രവീന്ദ്രൻ മാഷിന്റെ ലീഡ് വെറും 411 വോട്ടാണ്. മന്ത്രിമാർ പിന്നിലാണ്. 10. അപ്പൊ ലീഡ് ചെയ്യുന്ന മന്ത്രിമാർ ആരൊക്കെയാണ്? നെന്മാറയിൽ 502 വോട്ടിന് LDF. കെ എൻ ബാലഗോപാൽ, സജി ചെറിയാൻ, മറ്റാരാണുള്ളത്? കെ രാജൻ, പി പ്രസാദ്, ചിഞ്ചുറാണി. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഞെട്ടിക്കുന്ന വാർത്തയാണ് കണ്ണൂരിൽ വരുന്നത്. മട്ടന്നൂരിൽ 4 റൗണ്ട് കഴിഞ്ഞപ്പോൾ വെറും 309 വോട്ടിന് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. പയ്യന്നൂരിൽ 6 റൗണ്ട് കഴിയുമ്പോൾ 3484 വോട്ടിലാണ് പയ്യന്നൂർ. ഏറ്റവും വലിയ ഭൂരിപക്ഷം. കെ ശൈലജ, വിജയൻ നമുക്കുണ്ട്. മട്ടന്നൂരിൽ 309. അതുപോട്ടെ, അനുപാതി പിണറായിയുടെ കാര്യം പറയൂ. മെച്ചപ്പെടുവോ, രക്ഷപ്പെടുവോ, ജയിക്കുമോ പിണറായി? ഏതായാലും നമുക്ക് 2 പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾക്ക് വോട്ട് വരാനുണ്ട്. ഏറ്റവും അവസാനം വരേണ്ട 2 പഞ്ചായത്ത്, ഒന്ന് ധർമ്മടവും മറ്റേത് പിണറായി ഗ്രാമപഞ്ചായത്തുമാണ്. ഈ 2 പഞ്ചായത്തിൽ നിന്നും കൂടി ഏതാണ്ട് ഒരു 10,000 വോട്ടുകൾ വരികയാണെങ്കിൽ പിണറായി വിജയൻ വിജയിക്കും. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി വിജയിച്ചാൽ തന്നെ അതിനുള്ള സാധ്യത കുറവാണെന്ന് പറയാനുള്ള കാരണം ഇതൊരു ട്രെൻഡാണ്. സ്വാഭാവികമായും നമുക്ക് ഒരു കടുത്ത ഭാഷയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിണറായി വിരുദ്ധ തരംഗം എന്ന രീതിയിലേക്ക് മാത്രമല്ല, TI മധുസൂദനൻ പയ്യന്നൂരിൽ ഇപ്പോൾ 3484 വോട്ടിന് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അവസാന സമയത്താണ് പുളിങ്ങോം, ചെറുപുഴ, പെരിങ്ങോം, വയക്കരയൊക്കെ എണ്ണാനുള്ളത്. പയ്യന്നൂരിൽ പോലും ഒരു അട്ടിമറി ഭയപ്പെടണോ? ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും ഇപ്പോൾ TI മധുസൂദൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയൂ. ഉറപ്പാണ് പയ്യന്നൂരിൽ TI മധുസൂദന്റെ തോൽവി നമുക്ക് പ്രവചിക്കേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. കാരണം അവസാനം എണ്ണുന്ന 3 പഞ്ചായത്തുകൾ ചെറുപുഴ, പുളിങ്ങോം രണ്ടും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. TI മധുസൂദനൻ ഇൻ ഡേഞ്ചർ പയ്യന്നൂരിൽ. പയ്യന്നൂരിൽ CPM തോറ്റാൽ അത് ചരിത്രമാകും. അത് ഇപ്പോ അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വിജയൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഈ 3000-ൽ-പരം വോട്ടുകളുടെ ലീഡ് കരിവെള്ളൂർ, പയ്യന്നൂർ, കിനാനൂർ, കരിന്തളം എണ്ണി കഴിയുമ്പോഴാണ് അവിശ്വസനീയമായ പതനമാണ് കണ്ണൂർ. ബേബി ജോണിന്റെ പ്രതികരണം വരികയാണ്. ധിക്കാരത്തിനുള്ള തിരിച്ചടി എന്നാണ് RSP നേതാവ് പറയുന്നത്. ജനവിരുദ്ധമായ സർക്കാരിനെ ജനങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു എന്നാണ്. അറബിക്കടലിൽ കളഞ്ഞ സീനാണ് ഇത്. ചവറ്റുകൊട്ടയെന്നല്ല, 99ആയി UDF-ന്റെ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. 100 തൊടില്ലേ എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. ഇത് ചവറ്റുകുട്ടയിലല്ല, ഇത് അറബിക്കടലിലേക്ക് എറിഞ്ഞ സീനാണ്. പിണറായിക്കെതിരായ ജനവിധിയാണ്. ഇന്നലെ വൈകിട്ട് ഞാൻ വിശാലത്തിൽ പറയുന്നു, സർക്കാരിനെ സ്വാധീനിക്കുന്ന വിജയഘടകങ്ങളേത്? 1 പിണറായി, 2 പിണറായി, 3 പിണറായി. പിണറായി മാത്രമായിരുന്നു കേരളത്തിലെ ഫാക്ടർ. പിണറായിക്കുള്ള വോട്ടാണ്. പിണറായി തോറ്റാലും LDF തോറ്റാലും UDF ജയിച്ചാലും അത് പിണറായിക്കുള്ള വിലയിരുത്തലാണ്. ഒറ്റ കേന്ദ്രീകൃതമായി ഒരാൾ നടത്തിയ പ്രചാരണമായിരുന്നു. അതിന് കിട്ടുന്ന വോട്ടും മാർക്കമാണ് ഇത് എന്ന് പറയേണ്ടി വരും. കണ്ണൂരിൽ ഈ കോട്ടകളെല്ലാം വീഴുമ്പോൾ തിരുവല്ലയിൽ മാത്യു ടി തോമസ് 3ാം സ്ഥാനത്തേക്ക് അപ്പൊ അനൂപ് ആന്റണിയാണ് 1ാമത്. അനൂപ് 2ാം സ്ഥാനത്ത്. UDF ജയിക്കുകയാണ് എല്ലായിടത്തും. ലീഗ് പ്രതീക്ഷിച്ച സീറ്റിന്റെ എണ്ണം 22 എന്നുള്ളതായിരുന്നു. പക്ഷേ 23 ഇപ്പോൾ അവർ അതെ. നേരത്തെ കൊണ്ടോട്ടിയിൽ അല്പം പിറകിലായിരുന്നു. പക്ഷേ കൊണ്ടോട്ടിയിൽ ലീഡ് പിടിച്ചിട്ടുണ്ട്. TP അഷ്റഫലി ഇപ്പോൾ മുന്നിലെത്തിയിട്ടുണ്ട്. അങ്ങനെ 23 സീറ്റിലാണ് ലീഗ് ലീഡ് ചെയ്യുന്നത്. ലീഗിന്റെ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ്. അപ്പൊ 23 മഞ്ചേശ്വരത്ത് 10,000 ക്രോസ് ചെയ്തു. അവിടെയൊക്കെ വളരെ നല്ല ജയം. 5ാം റൗണ്ടിലും പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ്. ഇത് എന്താണ് നടക്കുന്നത് ധർമ്മടത്ത്? 1090 വോട്ടിനാണെങ്കിലും പിണറായി വിജയൻ പിന്നിലാണ്. അബ്ദുൾ റഷീദിന് കോൺഗ്രസ് ഇത്തവണ നല്ല രീതിയിൽ അവരെ പരിഗണിക്കണം അല്ലെ എന്ന് പറയുമല്ലോ. എന്തോ മാപ്രകൾ പറയുന്നു അല്ലെ, മാധ്യമങ്ങൾ മാപ്രകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇത് അതൊന്നും അല്ല കേട്ടോ. ഇത് ഒറിജിനലായി സംഭവിക്കുകയാണ്. അവിടെ വോട്ട് എണ്ണുന്നുണ്ട്. അവിടെ EVM മെഷീനിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി പിന്നിലാണ്. കണ്ണൂരിൽ ജയിച്ചാലും പിണറായി പിന്നിലാണ്. 5 റൗണ്ടിൽ ധർമ്മടത്ത് മാപ്രകൾ പറയുന്നതല്ല, 5ാം റൗണ്ടിലും പിണറായി പിന്നിലാണ്. പയ്യന്നൂരിലെയും മട്ടന്നൂരിലെയും ട്രെൻഡ് ഇതാണെങ്കിൽ ധർമ്മടത്തെ CPM ശക്തി കേന്ദ്രങ്ങളിൽ പിണറായി വിജയൻ റിക്കവർ ചെയ്യാനുള്ള സാധ്യത വലുതായി ഇല്ല എന്ന് വിചാരിക്കേണ്ടി വരും. ഇനിയുള്ളത് എനിക്ക് തോന്നുന്നു മുഴപ്പിലങ്ങാടും ധർമ്മടവും പിണറായി, ഈ 3 സ്ഥലങ്ങളാണ് ഇനി എണ്ണാനുള്ളത്. ധർമ്മടം പിണറായി വലിയ മേൽക്കൈ LDF-നുള്ള മേഖലയാണ്. അതെ, ഒരു പക്ഷേ ജയിച്ചാലും 5000-ൽ താഴെ തോൽവിക്ക് സമാനമാണ്. തോൽവിക്ക് സമാനമായിരിക്കും ആ ജയം. പയ്യന്നൂരിൽ ഒരു പക്ഷേ LDF തോൽക്കാനുള്ള സാധ്യത പോലും നമ്മൾ ഇപ്പോൾ മുമ്പിൽ കാണും. കാരണം വലിയ പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ എണ്ണി കഴിയുമ്പോഴാണ് ഈ 3000-ൽ ചില്ലറ വോട്ടിന്റെ ലീഡ് എന്നുള്ളതാണ് പയ്യന്നൂരിനെ നിർണായകമാക്കുന്നത്. ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? വാമനപുരം UDF ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. 4048 വോട്ടുകൾക്ക് വാമനപുരത്ത് UDF ലീഡ് ചെയ്യാണ്. കാഞ്ഞങ്ങാട് പ്രതീക്ഷിച്ചതുപോലെ LDF 15,000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു.
കാഞ്ഞങ്ങാട് മാത്രമാണ് കാസർഗോഡ് നിലവിൽ കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും. വളരെ ചെറിയ ലീഡാണ് തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയ്ക്കുള്ളത്. മന്ത്രി പി രാജീവിനെതിരെ ലീഡ് ഉയർത്തുകയാണ് അഡ്വക്കേറ്റ് വി അബ്ദുൾ ഗഫൂർ. അതെ, 2497 വോട്ടുകൾക്ക് ഔദ്യോഗികമായി ലീഡ് ചെയ്യാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. കുറെ കൂടെ അപ്ഡേഷൻ അതിനകത്ത് വരാനുണ്ട്. ഇപ്പോൾ ഗുരുവായൂരിലാണെങ്കിൽ 1000-ലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ലീഡ് ചെയ്യാണ്. 624 വോട്ടുകൾക്ക് ലീഗ് സി റഷീദ് ലീഡ് ചെയ്യുകയാണ്. മണ്ണാർക്കാട് എൻ ഷംസുദ്ദീന്റെ ലീഡ് 10,000-ലേക്ക് എത്തുന്നു. ഒരു ഘട്ടത്തിൽ വോട്ടെണ്ണൽ തുടങ്ങിയ നിമിഷം മുതൽ ഇതുവരെ ഒരു നിമിഷം പോലും AK ശശീന്ദ്രൻ എന്ന മന്ത്രി എന്ന നേതാവ് മുന്നിൽ വന്നിട്ടില്ല. അത്ഭുതമാണ്. അവിടെ 1685 വോട്ടുകൾക്ക് എലത്തൂരിൽ AK ശശീന്ദ്രൻ പിന്നിലാണ്. ആ പാർട്ടിയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന ആ നേതാവ് മന്ത്രിമണ്ഡലമായിരുന്ന താനൂരിൽ PK നവാസിന്റെ ലീഡ് 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ 10,000 ക്രോസ് ചെയ്തു. ഏറ്റുമാനൂരിൽ 6 റൗണ്ട് കഴിയുമ്പോൾ 13,755 വോട്ടുകൾക്കാണ്. 13,755. പക്ഷേ കൗതുകരമാണെന്ന് എനിക്ക് ഉള്ളത് ഈ PK കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാപ്പയുടെ ഭൂരിപക്ഷം 60,000 ഞാൻ തന്നെ പ്രഡിക്ട് ചെയ്ത് 55,000 വരുമെന്നാണ് അരുൺ അമർനാഥ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇപ്പോ പക്ഷേ അത്രയൊന്നും ഇല്ല കേട്ടോ. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി 25 റൗണ്ട് ഉണ്ട്. പക്ഷേ വലിയ അല്ല, ഒരു നിമിഷം, 25 റൗണ്ടിൽ 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി 16,201. ചിലപ്പോൾ എത്തുമായിരിക്കും അല്ലേ? ഫാത്തിമ തെഹലി 5,289 വോട്ടുകൾ. നേരത്തെ ഞാൻ ആവേശം കാണിച്ചപ്പോൾ പറഞ്ഞു അത് ചെങ്കരോത്താണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. TP രാമകൃഷ്ണൻ ഒരിക്കൽ പോലും ലീഡ് എടുത്തിട്ടില്ല. ഒരിക്കൽ പോലും TP രാമകൃഷ്ണൻ LDFന്റെ കൺവീനറാണ്, പട നയിച്ചവരിൽ ഒരാളാണ്. ലീഡ് എടുത്തിട്ടേ ഇല്ല. എന്തായാലും മുൻ തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ കൗണ്ടിംഗ് പഴയതുപോലെ അത്ര സ്പീഡിലല്ല പോകുന്നത്. കുറച്ച് സ്ലോ ആണ്. കുറച്ചുകൂടി സമയം, മറ്റേതൊരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഫിനിഷ് ആവുന്നതായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല. 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കേരളത്തിൽ ഒരു പൂർണ്ണമായ ചിത്രം വരുന്നത്. ഏതായാലും ഇപ്പോഴത്തെ നിലയനുസരിച്ച് UDF 99 എടുത്ത് LDF 40. കാസർഗോഡ്